എല്ലാവർക്കും നമസ്കാരം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട അതിപുരാതനമായ ഒരു മനയാണ് ഇണ്ടംതുരുത്തി മന. ഇണ്ടംതുരുത്തി മനയിലാണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. 1924 മാർച്ച് 9 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ മഹാത്മാഗാന്ധി എത്തിയപ്പോൾ മഹാത്മാഗാന്ധി വൈക്കം ക്ഷേത്രത്തിന്റെ അധികാരിയായിരുന്ന നമ്പ്യാതിരിയുമായി ചർച്ച നടത്തിയത് ഈ മനയിൽ വെച്ചായിരുന്നു. ഈ മനയിലെത്തിയ ഗാന്ധിജിയെ നമ്പ്യാതിരി മനയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. പുറത്ത് കസേരയിട്ട് ഗാന്ധിജി ഇരുത്തിയിട്ട് മനയ്ക്കുള്ളിലിരുന്ന് നമ്പ്യാതിരി ഗാന്ധിജിയുമായി ചർച്ച നടത്തി. നാടുവാഴിത്തത്തിന്റെയും ജന്മിത്വത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായിരുന്ന ഇണ്ടംതുരുത്തി മന 100 വർഷങ്ങൾക്കിപ്പുറം വൈക്കം താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസായി പ്രവർത്തിക്കുന്നു. ഇത് കാലത്തിന്റെ ഒരു വികൃതിയായിരിക്കാം. നമുക്ക് മനയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. 1925 മാർച്ച് 10 ഉച്ചയ്ക്ക് 2:30 മഹാത്മാഗാന്ധി ഇണ്ടംതുരുത്തി മനയിൽ എത്തിച്ചേർന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ നിന്നും വിളിപ്പാട് അകലെയാണ് ഇണ്ടംതുരുത്തി മന സ്ഥിതി ചെയ്യുന്നത്. തെക്കുംകൂർ രാജവംശത്തിന്റെ കീഴിൽ നാടുവാഴി പാരമ്പര്യാവകാശവും 48 ബ്രാഹ്മണ കുടുംബങ്ങളുടെ മേൽക്കോയ്മയും ഉണ്ടായിരുന്ന ഇണ്ടംതുരുത്തി നമ്പൂതിരി കുടുംബത്തിന്റെ വാസസ്ഥാനമായിരുന്നു ഈ മന. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ഭരണത്തിന്റെ മുഖ്യ ചുമതലക്കാരനായിരുന്നു ഇണ്ടംതുരുത്തി ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരി. അദ്ദേഹവുമായി ചർച്ച നടത്താൻ മഹാത്മാഗാന്ധി ആഗ്രഹിച്ചു. ആരെയും ചെന്ന് കാണുന്ന പതിവില്ലെന്നും കാണാൻ ആഗ്രഹമുള്ളവർക്ക് വന്നു കാണാമെന്ന് നമ്പ്യാതിരി അറിയിച്ചു. മനയിലെത്തിയ ഗാന്ധിജിയെയും അനുയായികളെയും അവർണരുമായുള്ള സമ്പർക്കത്തിൽ അയിത്തം തീണ്ടിയവരായി കണക്കാക്കി നാലുകെട്ടിൽ പ്രവേശിപ്പിച്ചില്ല. മനയുടെ മുറ്റത്തൊരുക്കിയ പ്രത്യേകം ഇരിപ്പിടത്തിൽ അവരെ ഇരുത്തി. നമ്പ്യാതിരിയുടെ ലോകം വളരെ ചെറുതായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഗാന്ധിജി ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമാണ്. വടക്കേ ഇന്ത്യക്കാരനായ ഒരു ഹിന്ദിക്കാരൻ കോൺഗ്രസ് നേതാവ്. ധാരാളം വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ വൈകുന്നേരം 5:30 ചർച്ച അവസാനിച്ചത്. നമ്പ്യാതിരിയുടെ മനോഭാവത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഗാന്ധിജിക്കായില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവുമായ സഹാവ് C.K. വിശ്വനാഥന്റെ സ്മൃതി കുടീരവും മനയുടെ മുൻപിലായി കാണാൻ സാധിക്കും. പതിറ്റാണ്ടുകൾ അവർണർക്ക് അയിത്തം കൽപ്പിച്ച് തീണ്ടാപ്പാട് അകലെ നിർത്തിയ ഇണ്ടംതുരുത്തി മന 1964 മെയ്യിൽ ചെത്തുതൊഴിലാളി യൂണിയൻ വിലയ്ക്ക് വാങ്ങി അവരുടെ യൂണിയൻ കാര്യാലയമായി മാറ്റി. പിന്നീട് 2009 മന പുതുക്കി പണിത്. 2 നിലകളുള്ള മനയുടെ പഴയ പ്രൗഢി നിലനിർത്തിക്കൊണ്ടാണ് പുനർനിർമ്മിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ സ്മരണയുമായി മനയിലെത്തുന്നവർക്ക് ആ ചരിത്രം വായിക്കാൻ തക്കമുള്ള സൗകര്യങ്ങളും മനയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇണ്ടംതുരുത്തി മനയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.